ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഉദാഹരണമായിട്ട് പറയാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു അനുഭവം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുക, നമ്മൾ ജോലി ചെയ്യുന്ന മേഖല ഏതാണോ, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു വരുന്ന സാഹചര്യം ഏതാണോ അതിനെ സംബന്ധിച്ചിട്ടായിരിക്കും അല്ലേ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും, എനിക്ക് മാത്രമൊന്നുമല്ല. ഇപ്പോൾ ഒരു ടീച്ചറാണെങ്കിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂള്, അതുപോലെ തന്നെ അധ്യാപകർ, കുട്ടികൾ, പിന്നെ അവിടുത്തെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ, ഇതൊക്കെ ആയിരിക്കും അറിയാം. ഒരു ഡോക്ടറാണെങ്കിൽ അങ്ങനെ തന്നെ. ഇനി ഏത് ജോലി ചെയ്യുന്നു ആ ജോലിയിലെ കാര്യങ്ങളായിരിക്കും അവർക്ക് കൂടുതലായിട്ടും പറയേണ്ടത്. എനക്കും ഉണ്ട് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയും, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി, പിന്നെ 2 ദിവസം മഴ നനഞ്ഞ്, 2 ദിവസം മഴയുണ്ടായിരുന്നു. ഒരു ദിവസം അതിലൊരു ദിവസം മഴ നനഞ്ഞിട്ട് എനിക്ക് ചുമ ഓടിച്ചു പോയി. പിന്നെ ഏട്ടൻ കൃഷ്ണോളസി, ഇതന്നല്ലേ കൃഷ്ണോളസിയോട് കഴിഞ്ഞു പോയി. ഇനി ഏട്ടനോട് അവിടെ കടയിലുണ്ട്, അത് കൊണ്ടുവരാണ്ട് പറയണം. പിന്നെ അപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ എന്നാ പറഞ്ഞു, ഞാനിപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കടയിലേക്ക് പോകുന്നു. രാവിലെ പറഞ്ഞാൽ ഒരു 5 മണിയാവും കേട്ടോ. ഇവിടെ ഒരുങ്ങിയിട്ടല്ല, ഒരുങ്ങിക്കെട്ടി പോകണ്ടേ, അപ്പോൾ അത്രയും സമയം വൈകും. അപ്പോൾ 5 മണിക്ക് പോയി കട തുറന്ന്, പിന്നെ ഞങ്ങളുടെ ലൈഫ് അവിടെ തന്നെയാണ്. വൈകുന്നേരം വരെ കുറച്ച് സമയം വന്ന് വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിന്നെയും പോകും. ഭക്ഷണമൊക്കെ ഞങ്ങൾ കടയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുക. കുറച്ച് നാളായിട്ട് ഇപ്പോൾ 1-2 മാസമായി തോന്നുന്നു കടയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നു. അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരും. ചിലപ്പോൾ നമ്മൾ ഭക്ഷണം അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവരും. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഒരു ദിവസം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഇങ്ങനെ ചായക്കാൾ ബയ്യ ചായ വെച്ചിട്ട് ക്യൂ ആയിരിക്കും. അത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും, പക്ഷെ എന്നാൽ അത്ര ഒരു തള്ളിച്ച ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 8:30 ആകുമ്പോഴേക്കാണ്, രാവിലെ 8:30 ആകുമ്പോഴേക്ക് പിന്നെ അതേ തിരക്കും. പിന്നെ ഒരു ഉച്ചയാകുമ്പോഴേക്ക് ജ്യൂസിൻ്റെ ഒരു തിരക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3:30 ആകുമ്പോഴേക്ക് IT കമ്പനിയിൽ ക്യാബിൻസ് ഡ്രൈവേഴ്സ് ഉണ്ട്. അവർ വരുമ്പോൾ നല്ല തിരക്കാണ്. തിരക്കെന്നുള്ള പറഞ്ഞാൽ നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കായിരിക്കും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമാണ് തിരക്ക്. പിന്നെ ഞാൻ ഇടയ്ക്കല്ല മിക്കവാറും ഒറ്റക്കാവുമ്പോൾ പിന്നെ ഏട്ടൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് റെസ്റ്റിന് വരാൻ വേണ്ടി വൈകി പോകും. അപ്പോൾ തിരിച്ച് കടയിലേക്ക് വരാനും വൈകും. അങ്ങനെ ആകുമ്പോഴും അപ്പോൾ പിന്നെ ഞാൻ ചിരിച്ചോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ദേഷ്യം വന്നാൽ എൻ്റെ ആ ചിരിയൊക്കെ മായി ഞാൻ നന്നായിട്ട് പ്രതികരിക്കും. അത് ആരോടല്ലേ, അപ്പോൾ എൻ്റെ കസ്റ്റമറോടായാലും ശരി, ഞാൻ നന്നായിട്ട് ചൂടാവും. അവർക്കറിയാം, അവർ പറയും ചേച്ചി തിരക്കാണ്, ഇങ്ങനെ വിളിച്ചു കൊടുക്കണം. അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, അക്ക എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും നല്ല സ്നേഹമാണ്. എന്നെ ഒരു മൂത്ത ചേച്ചീൻ്റെ സ്ഥാനത്ത് കാണുന്നത്. അപ്പോൾ ഞാൻ അവർ വഴക്ക് പറഞ്ഞാൽ അവരത്ര വലിയ മൈൻഡൊന്നും ചെയ്യില്ല. ചേച്ചിക്ക് തിരക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഒറ്റക്കായതുകൊണ്ടല്ല, ടെൻഷനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ അത് സോൾവ് ചെയ്യും. അങ്ങനെ പിന്നെ നമുക്ക് തിരക്ക് വരുന്നത് ഒരു വൈകുന്നേരം 7 മണി ആ ഒരു സമയത്താണ്, പിന്നെ അടക്കാനാവുന്ന സമയത്ത്. അങ്ങനെയാണ് ഒരു ഗ്യാപ്പായിട്ട് ഉണ്ടാവും. പണിക്ക് പോയിട്ട് തിരിച്ചു വരുന്നവരാണല്ലോ കടയിലേക്ക് ചായ കുടിക്കേണ്ടി വരും, ബാച്ചിലേഴ്സും അല്ലാതെ എല്ലാ ആൾക്കാരൊക്കെ. പിന്നെ അങ്ങനെ ഒരു ദിവസം, 2-3 ദിവസം മുന്നേ, പിന്നെ 7 മണിയാകുമ്പോഴേക്ക് നല്ല തിരക്കുണ്ട്, കടയിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഏട്ടൻ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു. കുറേ ബംഗാളി പിള്ളേർ, അവർ ബംഗാളി എന്നാണ് പറയുക, പക്ഷേ ബീഹാരികളാണ്. ഞാൻ ഇതിനിടയ്ക്ക് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡിയർ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലത്തെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ജ്യൂസിന് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ ചായ കൊടുക്കുന്നു, ഏട്ടൻ ജ്യൂസ് അടിക്കുന്നു, ഞാൻ ചായ, സിഗരറ്റ്, ഗുട്ക, അതായത് വിമല്, ഹാൻഡ്സ്, ഇതുപോലത്തെ സാധനങ്ങൾ കൊടുക്കുന്നു, സിഗരറ്റ് കൊടുക്കുന്നു. സിഗരറ്റ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ഓക്കെ, ഈ സിഗരറ്റും അതുപോലെ തന്നെ ഇങ്ങനെ ഗുട്കയൊക്കെ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് പറയണം അല്ലേ, ഇല്ലെങ്കിൽ മോശമല്ലേ. പക്ഷെ അതൊക്കെ വിൽക്കാറുണ്ട്. ഓക്കെ, ഇതൊന്നും വിറ്റിട്ടെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടം ഉണ്ടാവില്ല. എല്ലാ കടകളിലും ബാംഗ്ലൂരിൽ വരുന്നവർക്ക് അറിയാം, ഇതൊക്കെ എല്ലാവരും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഒരു പയ്യൻ വന്നിട്ട്, ഒരു 10-28 വയസ്സൊക്കെ ഉണ്ടാവുമായിരിക്കും ആ പയ്യന്. ഒരു താടിയൊക്കെ വെച്ചിട്ട് ഒരു പയ്യൻ വന്നു. എന്നോട് പറഞ്ഞു, അക്ക ഫ്ലാഗ് ഏതോന്ന് പറഞ്ഞു. ഒരു സിഗരറ്റ് ഒരു ഫ്ലാഗ് താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു, ഒരു ഫ്ലാഗ് എടുത്ത് കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞു 5 എണ്ണം വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഹാഫ് പാക്കറ്റ് അത് ഞാൻ കൊടുത്തു കഴിഞ്ഞു.
കൊടുത്തു കഴിഞ്ഞിട്ട് ഇവൻ വേഗം എനിക്ക് പൈസ തരുന്നുണ്ട്. പഴയ ഒരു 100 നോട്ടാണ് തരുന്നത്. പക്ഷെ അത് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഫേക്ക് നോട്ടാണ്, അത് ഡ്യൂപ്ലിക്കേറ്റ് നോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്നിട്ട് ഞാൻ വേഗം പറഞ്ഞു ഇത് ഫേക്ക് നോട്ടാന്ന്, ഒറിജിനൽ നോട്ട് തന്നു പറഞ്ഞു. അത്രയും തിരക്കുണ്ട് കടയിൽ, ഇങ്ങനെ ഒരാളോട് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഡ്യൂപ്ലിക്കേറ്റ് നോട്ടാന്ന്, ഒറിജിനൽ നോട്ട് വരൂ പിന്നെ പറയുന്നത് ഹിന്ദിയിലാണ് കേട്ടോ, കുറച്ച് തോടെ ഹിന്ദി അത്രയും ഓക്കെ. എല്ലാ ഭാഷയും മിങ്കിളാക്കിയിട്ടാണ് ഞാൻ പറയും ഓക്കെ. അല്ലാണ്ട് ഇതിന് ഹിന്ദി നല്ല ഫ്ലുവൻ്റായിട്ട് എനിക്ക് സംസാരിക്കാനാവില്ല, കന്നഡയില്ല, തമിഴ് കൊഞ്ചം പേസലം പറവാല ഓക്കെ. പിന്നെ ഇവ പറയേ ഏ ഫേക്ക് നോട്ട് ഹേ. ഞാൻ പറഞ്ഞു ആ അത് ഫേക്ക് നോട്ട് എന്താന്ന് വെച്ചിട്ട് ഞാൻ ചായ എടുക്കൊണ്ട് പോയപ്പോഴും തിരിച്ച് ഞാൻ വന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ രക്തത്തിൽ അലിഞ്ഞേറുന്ന സ്വഭാവമാണ്. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞു തീർത്തിട്ട് പോകണം, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഉറക്കം വരുവേയില്ല. അതിന് എത്ര വലിയവനായാലും ശരി, അവർ എന്തെങ്കിലും എന്നോട് പറയുന്നുണ്ടെങ്കിൽ മറുപടി കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ മറുപടി കൊടുത്തിട്ടേ ഞാൻ പോകും. അതിനപ്പുറത്തേക്ക് ഞാൻ പിന്നെ മൂവ് ചെയ്യില്ല, പറയണ്ട. അങ്ങനെ ഒരു സ്വഭാവം. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് ഫേക്ക് നോട്ടല്ലേ എന്ന് ചോദിച്ചു. ഇവൻ്റെ സംസാരത്തിൽ അവനൊരു മലയാളിയാണെന്ന് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായിരുന്നു. കാരണം മലയാളികൾ ഒരു സംസാര രീതി ഉണ്ടല്ലോ. പിന്നെ അതല്ലാണ്ട് എൻ്റെ ബാംഗ്ലൂരിലത്തെ ജീവിതത്തിൻ്റെ ഒരു അനുഭവത്തിൽ വെളിച്ചത്തിൽ നമ്മൾ ഈ മലയാളികളല്ലേ അവർ ഈ ഗോൾഡ് ഫ്ലാക്കിങ്ങാന്ന് വിളിക്കുക. പിന്നെ അതിൽ കുറഞ്ഞു വന്നിട്ട് ഏറ്റവും ലോയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്മോൾ ഉണ്ട്, ഈ ഗോൾഡ് ഫ്ലാക്ക് സ്മോൾ ഉണ്ട്, ചെറുത്. അപ്പോൾ അതൊന്ന് വിളിക്കുക. അതിലും താഴെയാണ് ഏത് ഈ ഫ്ലാക്ക് എന്നുള്ള സംഭവം. അത്രക്കും ഒരു ലോക്കലായിട്ടുള്ള ആൾക്കാർ വലിക്കുന്ന ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ അത്ര ലോക്കലല്ല, എന്നാലും സാധാരണക്കാരൊന്നും കുറച്ചൊരു ലെവലിൽ ആൾക്കാരൊന്നും പിന്നെ വലിക്കാത്ത സാധനം കഴിക്കാത്തില്ല, സോറി ഓക്കെ. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞത് ഫേക്ക് നോട്ടാണ്. ഞാൻ പറഞ്ഞു ഫേക്ക് നോട്ടാണ്, പിന്നെ എന്താണെന്ന് വെച്ചാൽ തിരിച്ച് ഞാൻ പറഞ്ഞു നീ എന്നെയാണോ പഠിപ്പിക്കുന്നത്, അത് ഫേക്ക് നോട്ടല്ലെന്ന്. ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല, 9 വർഷമായി ഞാൻ ഈ കച്ചവടം തുടങ്ങിയിട്ട്. എന്നെയാണോ നീ പഠിപ്പിക്കുന്നത്, ഞാൻ തിരിച്ചങ്ങോട്ട് പോയി. ഇവനാകെ വിളറി വെളുത്തായിരുന്നു. അപ്പം ഞാൻ മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. ഞാൻ ഏട്ടനോ അവനെന്നെ പഠിപ്പിക്കാൻ നിൽക്കുക ഫേക്ക് നോട്ട് വന്നിട്ട്. എനിക്ക് വർച്ചായിരുന്നു ദേഷ്യം എന്നിട്ട് അതിന് ഒരുപാട് തിരക്കുണ്ട് കേട്ടോ. പിന്നെ ആ തിരക്കിനിടക്ക് നമുക്ക് മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ 100 രൂപ പോയി കിട്ടി. 100 രൂപ ഇല്ലാന്താനും ഈ 5 ഫ്ലാക്കിൻ്റെ പൈസയും നമുക്ക് നഷ്ടമാവും അല്ലേ. അങ്ങനെ എന്നിട്ട് അവന് മനസ്സിലായി, എനിക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ നമ്മ ചെറിയ പുള്ളിയൊന്നല്ല, ബട പുള്ളിയാണെന്നുള്ള കാര്യം അവന് മനസ്സിലായിട്ട് അവൻ വേഗം 50 രൂപ ഇങ്ങോട്ട് തന്നിട്ട് മിണ്ടാണ്ട് പോയി. അപ്പോൾ കുറേ ബംഗാളികളുണ്ട്, വലിയ ആൾക്കാർ. അപ്പോൾ ഇവർ ഏട്ടനെ വിളിക്കുന്നത് ഭയ്യ ഇതറിയാവോ എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ വിളിക്കുന്നുണ്ട്. ഏട്ടനത് മേഡത്തിന് ഭയങ്കര ദേഷ്യമാണ്. മേഡം ഇങ്ങനെ എന്താ പറയുക, കസ്റ്റമറോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാന്ന്. അങ്ങനെ ചൂടാന്ന്, മോശമല്ലേ, കസ്റ്റമർ പോകില്ലെന്ന്. അപ്പോൾ അവരോട് പറഞ്ഞു അല്ല, അതുകൊണ്ടല്ല, അവൻ്റെ കയ്യിൽ ഒറിജിനൽ നോട്ട് ഉണ്ടായിട്ടും അവൻ ഡ്യൂപ്ലിക്കേറ്റ് നോട്ട് കൊടുത്തതുകൊണ്ടാണ് മേഡം അങ്ങനെ ചൂടായിരുന്നു. അപ്പോൾ പറഞ്ഞു മേഡം സൂപ്പർ, മേഡത്തിന് ഭയങ്കര ധൈര്യം. മറ്റ് അവർക്ക് എന്നെക്കുറിച്ച് എന്തറിയാം അല്ലേ. ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് കടയിൽ ഞാൻ ഷോപ്പിൽ പോകാൻ തുടങ്ങിയ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 2 പ്രാവശ്യം കൊണ്ട് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോട്ട് നോക്കിയിട്ട് വാങ്ങാറുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാണ്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മൾ അബദ്ധത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും അല്ലേ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ 100% ഒരു 85% നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും. അപ്പോഴേ നമുക്കതിൻ്റെ ഒരു 80%, ഒരു 50% അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഇതുപോലെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മലയാളികളാണ്. എവിടെ പോയി കഴിഞ്ഞാലും എങ്ങനെ ആൾക്കാരെ പറ്റിക്കാമെന്ന് ഗവേഷണം നടക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മലയാളികൾ. ഭയങ്കര എന്താ പറയുക, വെറുപ്പും അവജ്ഞയും ഒക്കെ തോന്നിയിരുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇനിയുണ്ട് ഇതേപോലത്തെ കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾക്ക് ഏറ്റവും മറ്റൊരു അനുഭവം അതെന്താണെന്ന് പറയാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.